കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി. ജനപ്രതിനിധി സംഘം രാജ്യത്തെ 10 കോർപ്പറേഷനുകൾ സന്ദർശിക്കും. 10 സംഘങ്ങളായി തിരിഞ്ഞാണ് സന്ദർശനം നടത്തുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സന്ദർശനം നടത്താൻ നിർദ്ദേശിച്ചത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, തികച്ചും ഔപചാരികമായ ഒരു സന്ദർശനമാണ് കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി. ജനപ്രതിനിധി സംഘം ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10 കോർപ്പറേഷനുകൾ സന്ദർശിക്കാനാണ് തീരുമാനം. അതും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, യഥാർത്ഥത്തിൽ നേരത്തെ മുൻ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ഈ ജനപ്രതിനിധികൾ, കേരളത്തിൽ നിന്നും എത്തിയ ജനപ്രതിനിധികൾ കേരളത്തിലേക്ക് മടങ്ങേണ്ടതായിരുന്നു. എന്നാൽ ഇന്നലെ വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് ഈ കൗൺസിലർമാരുടെ സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് രാജ്യത്തെ വിവിധ മികച്ച കോർപ്പറേഷനുകൾ പോയി കാണുവാനും അവിടുത്തെ ഭരണനിർവഹണം എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുവാനും വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയത്. ഇതനുസരിച്ച് ഈ യാത്ര ഇപ്പോൾ കേരളത്തിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെച്ചു. ചില അത്യാവശ്യമുള്ള ചില കൗൺസിലർമാരും അതേപോലെ തന്നെ ചില തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നു. അങ്ങനെയുള്ളവർക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാം തന്നെ ഈ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ജയ്പൂർ, അതേപോലെ തന്നെ സൂററ്റ്, ഗോളിയാർ അടക്കമുള്ള പൂനെ അടക്കമുള്ള രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള കോർപ്പറേഷനുകൾ, മികച്ച കോർപ്പറേഷനുകൾ, ആ കോർപ്പറേഷനുകൾ സന്ദർശിച്ച ഭരണനിർവഹണവും മറ്റും പഠിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇപ്പോൾ പ്രധാനമന്ത്രി നൽകിയിരിക്കുകയാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയ തിളക്കമാർന്ന വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുകയും ഈ കൗൺസിലർമാരുടെ സംഘത്തെ ഡൽഹിയിലേക്ക് ക്ഷണിക്കുകയുമായിരുന്നു. അതനുസരിച്ചാണ് ഈ കൗൺസിലർമാരുടെ സംഘം 115 പേരടങ്ങുന്ന സംഘം ഡൽഹിക്ക് കഴിഞ്ഞ ദിവസം എത്തിയത്. ഈ സംഘം ഇതിനോടകം തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി. അതേപോലെ തന്നെ കേന്ദ്ര നഗര വികസനകാര്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് രാവിലെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുമായി കൂടിക്കാഴ്ച നടത്തി. രേഖാ ഗുപ്തയുമായിട്ടുള്ള സംവാദമുണ്ടായിരുന്നു. ശേഷം ഇപ്പോൾ സംഘം പ്രധാനമന്ത്രി സംഗ്രഹാലയെ സന്ദർശിക്കുകയാണ്. അതിനുശേഷം രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഈ സംഘം സന്ദർശിക്കും. നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇത്തരം പരിപാടികൾ മാത്രമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം ഈ കൗൺസിലർമാർക്ക്, ജനപ്രതിനിധികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇന്നലെ ഏതാണ്ട് 1.5 മണിക്കൂർ നേരം മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൗൺസിലർമാരെ, ജനപ്രതിനിധികളുമായി അദ്ദേഹം സംസാരിച്ചിരുന്നുവെന്ന് അവരുടെ വാക്കുകൾ ഇന്ന് രാവിലെ നമ്മൾ കൃത്യമായി കേട്ടതാണ്. അവർ ഓരോരുത്തരും ബി.ജെ.പി. ജനപ്രതിനിധി സംഘം ഡൽഹിയിൽ തുടരുകയാണ്. അവിടെ 10 കോർപ്പറേഷനുകൾ കൂടി സന്ദർശിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം 10 കോർപ്പറേഷനുകൾ കൂടി ജനപ്രതിനിധി സംഘം സന്ദർശിക്കും എന്നുള്ളതാണ്.